റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF-ൽ ചേക്കേറാനുള്ള RJD-യുടെ നീക്കങ്ങളും പരാജയപ്പെട്ടു. LDF-ൽ തന്നെ തുടരാനാണ് തീരുമാനം. ഇത്തവണ 4 സീറ്റുകൾ ആവശ്യപ്പെടും. കോവളം സീറ്റിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. MV ശ്രേംസ് കുമാറിന് പകരം കൽപ്പറ്റയിൽ പുതുമുഖത്തെ ഇറക്കാനും തീരുമാനമുണ്ട്. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, അങ്ങനെ RJD UDF-ലേക്ക് ചേക്കേറും എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ വാർത്തകൾക്കും വിരാമമാവുകയാണ്. RJD പോകുന്നില്ല UDF-ലേക്ക്. എന്നാൽ ചില കാര്യങ്ങളിൽ മാറ്റം വേണം എന്ന് ശ്രേംസ് കുമാർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേട്ടു. കൽപ്പറ്റയിൽ താനില്ല, പകരം ഒരു പുതുമുഖം ഇറങ്ങും. കോവളത്തെ സീറ്റിൽ ശ്രേംസ് കുമാർ കണ്ണുവയ്ക്കുന്നുണ്ടോ? അരുൺകുമാർ ആ കണ്ണു വെക്കുന്നില്ല. പകരം 4ാമത്തെ സീറ്റായിട്ടാണ് കോവളം RJD പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ലേക്ക് ചേക്കാറാൻ വേണ്ടി RJD ചർച്ച നടത്തിയിരുന്നത് വസ്തുതയാണ്. പക്ഷേ വടകര, കൽപ്പറ്റ ഈ 2 സീറ്റുകളെ തട്ടിയാണ് UDF-ലെ ചർച്ച മുടങ്ങിപ്പോയത്. കാരണം വടകരയിൽ KK രമയാണ്. ആ സീറ്റ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ UDF തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ UDF-ലേക്കുള്ള പോക്ക് അവിടെ അവസാനിച്ചു. രാജ്യസഭ സീറ്റ് കൂടി UDF-ൽ ചോദിച്ചിരുന്നു. അതും പ്രായോഗികമല്ല എന്ന മറുപടിയാണ് UDF നൽകിയത്. അതുകൊണ്ടാണ് LDF-ൽ തുടരാനും നിലവിലുള്ള 3 സീറ്റ് കൽപ്പറ്റ, വടകര, കൂത്തുപറമ്പ്, ഇതിന് പുറമെ കോവളത്ത് നീലലോകിദാസ് നാടാരും ജമീല പ്രകാശ് ഒക്കെ തന്നെ മത്സരിച്ച JDS-ന്റെ സീറ്റാണ്. ആ സീറ്റ് 4ാമത്തെ സീറ്റായി RJD ആവശ്യപ്പെടും. പക്ഷേ കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. മറ്റൊരു കാര്യം, വടകരയിൽ കഴിഞ്ഞ തവണ മനയത്ത് ചന്ദ്രനാണ് മത്സരിച്ചത്. KK രമ തന്നെ അവിടെ കളത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് MV ശ്രേംസ് കുമാർ തന്നെ മത്സരിക്കണമെന്നൊരു ആവശ്യം CPM മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ MV ശ്രേംസ് കുമാർ അതിന് തയ്യാറല്ല. പകരം വേണമെങ്കിൽ എലത്തൂർ വിട്ടു നൽകുകയാണെങ്കിൽ അവിടെ വടകര CPM-ന് നൽകി എലത്തൂർ മത്സരിക്കാമെന്ന നിർദ്ദേശം RJD മുന്നോട്ട് വെച്ചു. പക്ഷേ NCP എലത്തൂർ വിട്ടു നൽകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വടകരയിൽ ഒരുപക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയ സലീം മടവൂർ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. കൽപ്പറ്റയിൽ കഴിഞ്ഞ തവണ T സിദ്ദിഖിനോട് MV ശ്രേംസ് കുമാർ പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതുമുഖത്തെ പരീക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് നേരത്തെ പാർട്ടിയിലേക്ക് വന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ ശ്രേംസ് കുമാറിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ തന്നെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ അവിടെ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ കൂത്തുപറമ്പിലാണെങ്കിൽ KP മോഹനൻ തുടർച്ചയായിട്ട് 3 തവണ മത്സരിച്ച നേതാവാണ്. അദ്ദേഹം മത്സരിക്കാൻ വീണ്ടും താല്പര്യപ്പെടുന്നു. പക്ഷേ പ്രാദേശികമായ എതിർപ്പ് അവിടെയുണ്ട്. പ്രാദേശിക ആളുകൾ പേരുകളൊക്കെ തന്നെ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷേ അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി KP മോഹന് വീണ്ടും അവിടെ നറുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 3 സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ഏകദേശ ധാരണ LDF-ൽ RJD ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ജോസ് കെ മാണി ഇനി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് കൂടി MV ശ്രേംസ് കുമാർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ചർച്ചകളും മുന്നണിക്കുള്ളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു. സിനോജാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എവിടെ എത്തിയെന്ന് മനസ്സിലായല്ലോ. ആരും പോകുന്നില്ല UDF-ലേക്ക്. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റവും നിലവിലില്ല എന്ന RJD, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഇനി ആര് പോകാൻ എന്നുള്ളതാണ് ചോദ്യം. സസ്പെൻസുകളൊക്കെ ഉണ്ടാവുമെന്ന് അപ്പോഴും പ്രതീക്ഷിക്കുന്നു.